പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് അലോഷി കിടക്കാൻ വന്നത്. അപ്പോഴേക്കും ചന്ദന നല്ല ഉറക്കത്തിലായിരുന്നു. മക്കളുടെ വശത്തേക്ക് ചെരിഞ്ഞ് രണ്ടാളെയും ഇടത് കൈകൊണ്ട് പിടിച്ചാണ് അവൾ കിടക്കുന്നത്. അവനും അവളോട് ചേർന്ന് കിടന്നു. പുലരാൻ തുടങ്ങുമ്പോൾ തന്നെ ചന്ദന എഴുന്നേറ്റു. പ്രാർത്ഥിച്ചുകൊണ്ട് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരുങ്ങി അവൾ. ഇച്ചാ, ഞാൻ പോയിട്ട് വരാം. മക്കൾ ഉണരുമ്പോഴേക്കും പെട്ടെന്ന് വരാം കേട്ടോ. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അവളെ നോക്കി. സെറ്റ് സാരി എടുത്ത് മുല്ലപ്പൂ വെച്ച് പൊട്ടും കണ്ണും എഴുതി ദേവതയെ പോലെ തോന്നി അവളെ. നീണ്ട മുടി കുളിപ്പിന്നിലിട്ട് വിടർത്തിയിട്ടിട്ടുണ്ട്. ഇരുക്കൈയിലും ചുവപ്പും കറുപ്പും കുപ്പിവളകൾ. ഏറെ അവയുടെ പ്രത്യേക താളത്തിലുള്ള കിലുക്കം കേൾക്കുന്നുണ്ട്. അവളുടെ കൈ അനങ്ങുമ്പോൾ നീണ്ട താലിമാല ഒന്നുകൂടി പിടിച്ച് നേരിയിട്ട് അവനെ ഒന്ന് നോക്കി തിരിഞ്ഞ് അലമാരയിലും പേഴ്സ് എടുത്തു. തിരിഞ്ഞപ്പോൾ അവൻ കണ്ടു വെള്ളത്തുള്ളികൾ വീണ് നനഞ്ഞിട്ടുണ്ട് അവളുടെ പിൻഭാഗം. തല നന്നായി തുടക്കി കേട്ടോ, വല്ല നീരുവീഴ്ചയും വരണ്ട. ഒന്നും വരില്ല, ഞാൻ പോയിട്ട് വരാം. കുറച്ച് വായിക്കും കേട്ടോ, വഴിപാടുകൾ ചെയ്യാനുണ്ട് പറഞ്ഞുകൊണ്ട് അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങി അവൾ. മക്കളെ തനിച്ച് കിടത്തിയാൽ ശരിയാവില്ല, അല്ലെങ്കിൽ നിന്നെ തനിച്ച് വിടുമായിരുന്നില്ല. നീ സാധാരണ പോകുന്ന സമയത്താണെങ്കിൽ മക്കളെ കൂടി കൊണ്ടുപോകാമായിരുന്നു. അവൾ തനിയെ പോകുന്നതിൽ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു അവൻ. ഒരു 10 മിനിറ്റ് നടക്കാനല്ലേ ഉള്ളൂ, ഞാൻ പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് തിടുക്കത്തിൽ നടന്നു ചന്ദന. അവൾ പോകുന്നത് നോക്കി വരാന്തയിൽ നിന്നു അലോഷി. വെട്ടം വീണാൻ തുടങ്ങുന്നതേയുള്ളൂ. ചന്ദന വേഗത്തിൽ നടന്നു. എതിരെ പാൽക്കാരനും പത്രക്കാരനും വരുന്നത് കണ്ടപ്പോൾ അവരെ നോക്കിയെന്ന് പുഞ്ചിരിക്കാൻ മറന്നില്ല ചന്ദന. അമ്പലത്തിലേക്കുള്ള വഴി തിരിഞ്ഞപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന അമ്മമാരെ കണ്ടു. അവരോടൊപ്പം കൂടി ചന്ദന. പലരും കൗതുകത്തോടെയാണ് അവളെ നോക്കിയത്. അത്രയ്ക്ക് സൗന്ദര്യവതിയായ അവളെ ഇതിനു മുൻപ് അവർ കണ്ടിട്ടില്ലായിരുന്നു. മോള് എവിടത്തെയാണ്? ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ. കൂട്ടത്തിൽ പ്രായം ചെന്നൊരു സ്ത്രീ ചോദിച്ചു. ഞാൻ നെല്ലിക്കാട്ടിലെ അലോഷിയുടെ ഭാര്യയാണ്. ഈ ക്ഷേത്രത്തിലേക്ക് അധികം വരാറില്ല, ശിവക്ഷേത്രത്തിലേക്കാണ് പോകാറ്. ഇവിടെ കുറച്ച് വഴിപാടുകൾ ചെയ്യാനുണ്ട്, അതാണ് ഇവിടേക്ക് വന്നത്. ചന്ദന പുഞ്ചിരിയോടെ പറഞ്ഞു. ആ നസ്രാണി ചെറുക്കൻ്റെ ഭാര്യയല്ലേ? പെട്ടെന്ന് തന്നെ അവിടെ സ്വരം മാറിയത് ശ്രദ്ധിച്ചു ചന്ദന. കാലം പോകുന്നൊരു പോക്ക്, അല്ലാതെ എന്തു പറയാൻ. വേറെ ഒരാളെയും കണ്ടില്ല കൂടെ പോകാൻ. ആവശ്യത്തിന് സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ. അന്യജാതിക്കാരൻ്റെ കൂടെ കിടന്നിട്ട് ഭഗവതിയെ കാണാൻ എഴുന്നള്ളി വന്നത് എന്തിനാ? ഒന്നാമത് ഇവിടുത്തെ ദേവി അതൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല. ഒന്നും അറിയാതെയാണോ ക്ഷേത്രത്തിലേക്ക് വന്നത്? വിഷം ചീറ്റുന്നത് പോലെ ആ സ്ത്രീ ഉള്ളിലുള്ള ദേഷ്യം മുഴുവനും പുറത്തേക്ക് ചീറ്റി. കുട്ടി ഓരോന്ന് പറയുന്ന എന്തിനെ? വഴിപാടുകൾ ചെയ്യാൻ പറ്റില്ലെന്ന് തിരുമേനി പറഞ്ഞാൽ ആ കുട്ടി ചെയ്യാതെ പോന്നോളും. സരോജിനി മിണ്ടാതെ നടക്കുക. കൂട്ടത്തിൽ പ്രൗഢിയിൽ നടന്നിരുന്ന കുറച്ചുകൂടി പ്രായം തോന്നിക്കുന്ന അമ്മ പറഞ്ഞു. മറ്റേ സ്ത്രീ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് വേഗത്തിൽ നടന്നു. ചന്ദ്രൻ ഒന്ന് പതിയാക്കി നടത്താം. അവളുടെ മനസ്സ് വേദനിച്ചു. അന്യജാതിക്കാരൻ, ആ വാക്ക് അവളുടെ മനസ്സിനെ അലട്ടി. ഓരോന്നും ആലോചിച്ച് അവൾ നടന്നു. സ്ത്രീകളെ ഇപ്പോൾ കാണാനില്ല. ക്ഷേത്രത്തിലേക്ക് കയറിയെന്ന് തോന്നുന്നു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചന്ദന ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി. ചെറിയൊരു ക്ഷേത്രമായിരുന്നു. കാർത്തികേയനി ക്ഷേത്രം. നേരെ കാണുന്ന ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് നടന്നു ചന്ദന. നടയിൽ നിർമാല്യത്തിനുള്ള മണിശബ്ദം മുഴങ്ങി. പക്ഷെ കണ്ട് തന്നോട് സംസാരിച്ചിരുന്ന സ്ത്രീകളില്ല നിർമാല്യം തൊടാൻ. ചന്ദന ശ്രീകോവിലിന് മുന്നിൽ തൊഴുതു കണ്ണുകളടച്ചു നിന്നു. അവളുടെ മനസ്സിനെ അലട്ടിയിരുന്ന ആശങ്ക ഒഴിഞ്ഞുപോയി. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു ചന്ദന. അവിടുത്തെ ഇളം തന്നെ അവളുടെ മുടിയിഴകളെ തഴുകി തലോടി കടന്നുപോയി. തിരുമേനി അവളെ നോക്കി ചിരിച്ചു. അല്ല, നെല്ലിക്കാടൻ പുറത്ത് നിൽക്കുന്നുണ്ടോ? വിധാൻ ആളൊരു രസികനാണ്. തിരുമേനി ചിരിച്ചുകൊണ്ട് ചോദിച്ചു കേട്ടപ്പോൾ ചന്ദന അത്ഭുതം കൊണ്ട് വിടർന്ന മിഴികളാൽ തിരുമേനിയെ നോക്കി. മനസ്സിലായില്ല അല്ലേ? ഇവിടെ എല്ലാ ദിവസവും അന്നദാനം നടത്തുന്നുണ്ട്. മിക്കവാറും ആരെങ്കിലും വഴിപാട് ചെയ്യുന്നത് തന്നെയാണ്. ആരുമില്ലാത്ത ദിവസം ഞാൻ വിളിക്കും. ഒരു മടിയും കൂടാതെ അതങ്ങ് നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യും നെല്ലിക്കാടൻ. ദേവിക്ക് അതിലൊന്നും ഒരു ഇഷ്ടക്കുറവുമില്ല. കാരണം അത്രയ്ക്ക് എന്നെ മുട്ടുള്ളവരാണ് ഇവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നവരിൽ മിക്കവരും. ആഹാരത്തിന് എന്ത് ജാതിയും എന്ത് മതവും. വിശപ്പിൻ്റെ വിളി അറിഞ്ഞവന് ജാതിയും മതവും ഒന്നുമില്ല കുട്ടി. ഇന്ന് ഗൃഹപ്രവേശമാണെന്ന് പറഞ്ഞിരുന്നു. പ്രത്യേക പൂജകളും വഴിപാടുകളും ചെയ്യാനും പറഞ്ഞു. എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട്. രസീത് വാങ്ങിക്കോളൂ. ദേവിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും. അയാളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചില്ലെങ്കിലും ദേവി പിന്നെ മറ്റാർക്കും വേണ്ടിയും ഒന്നും ചെയ്യില്ല. അതെൻ്റെ ഒരു വിശ്വാസമാണ്. തിരുമേനി നീട്ട് ഇരച്ചീന്തിലെ പ്രസാദം ഇരു കൈകൊണ്ടും സ്വീകരിക്കുമ്പോൾ അവളുടെ മനസ്സ് നിറഞ്ഞു. നെറ്റിയിൽ തൊട്ട ചന്ദനത്തിൻ കുളിർ മനസ്സിലും പടർന്നു അവളെ. പടിമേൽ കാണിക്ക് വെച്ച് ഒന്നുകൂടി മനസ്സ് നിറഞ്ഞു തൊഴുതു ചന്ദന. രസീത് വാങ്ങി വരുമ്പോഴാണ് കുറച്ച് സ്ത്രീകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടത് ചന്ദന. അവൾ ധൃതിയിൽ നടന്നു വരുന്ന ഒരു സ്ത്രീയോട് എന്താ കാര്യമെന്ന് അന്വേഷിച്ചു. അതൊന്നുമില്ല, ആ സരോജിനി ഒന്ന് വീണു, കാലും മടങ്ങിയതാണെന്ന് തോന്നുന്നു. കണ്ണിൽ നീര് വന്നിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അവരെ വിവരമറിയിക്കാൻ അവർ പറഞ്ഞിട്ട് പെട്ടെന്ന് നടന്നു. ദേവി, എന്തിനിപ്പോൾ അവർക്കിങ്ങനെ ഒരു പരീക്ഷണം? ചന്ദ്രൻ നടയിലേക്ക് നോക്കിയെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ആ വിഗ്രഹത്തിൻ്റെ ശോഭ ഒന്നുകൂടി വർദ്ധിച്ചതുപോലെ തോന്നി അവൾക്ക്.
ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചന്ദ്രൻ തിടുക്കത്തിൽ ഇറങ്ങി വരുമ്പോൾ പുറത്തെ വലിയ ആൽമരത്തിൻ ചുവട്ടിൽ ബുള്ളറ്റിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു ആലോഷി. കസവും മുണ്ടും ജുബായും ഇട്ട് ഇരു കൈകളും മാറിൽ പിണച്ചു കെട്ടി അവളെ പ്രതീക്ഷിച്ചു നിൽക്കുന്നത് പോലെ അവളെ കണ്ടതും അവൻ്റെ മുഖം വിടർന്നു. അല്ല, മക്കൾ അവിടെ തനിച്ച് ചോദിച്ചുകൊണ്ട് ഓടി വന്നു അവൾ. നീ പേടിക്കണ്ട, മേരി ചേച്ചി വന്നു, ആൽബിച്ചൻ കൊണ്ടുവിട്ടു. ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലെ പ്രസാദം നോക്കിയവൻ. ഇച്ച, എനിക്കൊരാഗ്രഹം, ഒന്ന് കുറി തൊട്ട് കാണാൻ, കുസൃതിയോടെ പറഞ്ഞു അവൾ. അതിനെന്താ, മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതിയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ചന്ദനം തൊട്ട കുറ്റത്തിന് എന്നെ ആരും തോക്കിലേറ്റാൻ പോകുന്നില്ല, നീ ധൈര്യമായി തൊട്. അവൾക്ക് നേരെ നിന്ന് തല അല്പം കുനിച്ചു നിന്നു അവൻ. മോതിര വിരൽ കൊണ്ട് അല്പം ചന്ദനമെടുത്ത് അവൻ്റെ നെറ്റിയിൽ വരച്ചു അവള്. ചന്ദനത്തിൻ്റെ കുളിർമ അവൻ്റെ നെറ്റിയിലും പടർന്നു. പോകാം, അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി അവൻ. സാരി ഒതുക്കി പിടിച്ചുകൊണ്ട് കയറിയിരുന്നു ചന്ദന. വീട്ടിലെത്തുമ്പോൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലായിരുന്നു ചേച്ചി. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപേരെയും. ചേച്ചി നേരത്തെ വന്നല്ലേ? ചന്ദന അവരെ കണ്ടതും ചോദിച്ചു. ഇന്നലെ രാത്രി വരാൻ നിന്നതാണ്, ഒരു കള്ളപ്പനി. അതിയാന് നേരത്തെ വന്ന് ആൽബിമോൻ അവിടേക്ക് ഇന്ന് വരേണ്ടതും ഇവിടേക്ക് കൊണ്ടുവിടാൻ വന്നതാണെന്ന് പറഞ്ഞു. എന്തായാലും നേരത്തെ വരാനിരിക്കുക തന്നെയായിരുന്നു, കുഞ്ഞ് വന്നപ്പോൾ നടക്കാതെ കഴിഞ്ഞു. ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ണാ, ചെടിയെ കണ്ട ദേഹത്ത് നമുക്ക് ടാറ്റ പോകാനുള്ളതല്ലേ? മണ്ണിൽ കളിക്കാൻ തുടങ്ങിയ മോനെ വിളിച്ചു പറഞ്ഞു ചന്ദന. കഴിക്കുന്നത് മതിയായി എന്ന് തോന്നുന്നു, മോളൻ ഡ്രസ്സ് മാറ്റാൻ നോക്കിക്കോ പറഞ്ഞുകൊണ്ട് ചേച്ചി അകത്തേക്ക് പോയി. ഇനി കഴിക്കൽ അവിടെ ചെന്നിട്ടാകാം, നീ മക്കളെ വേഗം ഒരുക്ക്, വൈകി ഇപ്പം തന്നെ ആലോഷി പറഞ്ഞുകൊണ്ട് ആരെയോ വിളിക്കാൻ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. മുഖം കഴുകിക്കൊടുത്ത ഡ്രസ്സ് മാറ്റി മക്കളുടെ മേരി ചേച്ചിയും കൂടെ നിന്നു. വാതിൽ പൂട്ടി ഇറങ്ങി അവർ പുതിയ വീട്ടിലെത്തി. പ്രാർത്ഥനയുടെ വലതുകാൽ വെച്ച് കയറി ചന്ദന അകത്തേക്ക്. കൂടെ ആലോഷിയും മക്കളും. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നെല്ലിക്കാട്ടിൽ നിന്നും എല്ലാവരും എത്തി. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. പള്ളിയിൽ ആദ്യ കുർബാന കൂടിയിട്ടാണ് എല്ലാവരും വന്നത്. സമയം കടന്നു പോകുന്തോറും ആളുകൾ എത്തിത്തുടങ്ങി. കൃത്യസമയത്ത് തന്നെ പള്ളിയിലച്ഛൻ വന്നു. പ്രാർത്ഥന തുടങ്ങി. എറണാകുളത്തു നിന്നും എല്ലാവരും എത്തി. ചിറ്റയും ചിറ്റപ്പനും പ്രിയയും നന്ദനയും ജഗനും മോനും വിച്ചുവും ആൽബിയും സോഫിയും മക്കളും എത്തി. സോഫിയുടെ അമ്മച്ചൊഴുകി ബാക്കി എല്ലാവരും എത്തി. വിളിക്കാൻ പോയപ്പോൾ പറഞ്ഞിരുന്നു അമ്മമ്മ വയ്യാതെ കിടക്കുന്നത് കൊണ്ട് വരില്ലെന്ന് പറഞ്ഞിരുന്നു. ഇടയ്ക്ക് ചന്ദനയും മക്കളും പോയി കാണാറുണ്ട് അമ്മമ്മയെ. പ്രാർത്ഥന കഴിഞ്ഞ് അടുപ്പിൽ തീ പകർന്നു അച്ഛൻ. വല്യമ്മച്ചിയാണ് എല്ലാം ചെയ്യുന്നത്. ചന്ദനയ്ക്ക് അറിവില്ലാത്ത കാര്യമായതുകൊണ്ട് അവൾ മാറി നിന്നു. പാൽ തിളച്ച് പൊങ്ങി വരുന്നത് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു. കിഴക്ക് വശത്തേക്ക് തന്നെ പാൽ പൊങ്ങി തൂവി. എല്ലാവർക്കും സന്തോഷമായി. പാലെടുത്ത് ചായ ഉണ്ടാക്കി ചന്ദന. ഷാനു ഗിരിയെ കൂട്ടി വന്നിട്ടുണ്ട്. അലോഷി എല്ലാവരെയും സ്വീകരിച്ചിരുത്തി. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും എത്തി. എല്ലാവരും വീട് നടന്ന് കാണുകയാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടെ സ്നേഹക്കൂട്. ഒരുക്കിയ ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിയാൻ തുടങ്ങി. എല്ലാം ഭംഗിയായി നടന്നു. അവസാന അടുത്ത ബന്ധുക്കൾ മാത്രമായി. എല്ലാം നന്നായി നടന്ന നിർവൃത്തിയിലായിരുന്നു ആലോഷി. എല്ലാവരും കൂടി ഗിഫ്റ്റ് കിട്ടിയത് അഴിച്ചു നോക്കി. അന്ന് എല്ലാവരും അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. മുകളിലും താഴെയുമായി എല്ലാവരും കിടപ്പുറപ്പിച്ചു. മക്കൾ ചിറ്റയുടെ അടുത്ത് കിടന്നു. ചന്ദന ആലോഷിയുടെ അടുത്തേക്ക് ചെന്നു. റൂമിൽ നിന്നും കിടക്കുന്ന ബാൽക്കണിയിൽ ഇട്ടിരിക്കുന്ന ബീൻ ബാഗിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. ഇച്ചാ, അവളെ വിള കേട്ട് അവൻ അവളെ കയ്യിൽ പിടിച്ച് വലിച്ച മടിയിലേക്ക് ഇരുത്തി. പ്രതീക്ഷിക്കാത്ത വലിയായതുകൊണ്ട് ആഞ്ഞവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്നു. ആലോഷി അവളുടെ കഴുത്തിൽ മുഖം അമർത്തി. ചന്ദനയുടെ കഴുത്തിൽ മുഖം അമർത്തി ചുംബിച്ചു ആലോഷി. അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിൽ അമർന്നു. അവൻ്റെ തലമുടിയിൽ വിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ. ഇച്ചാ, എല്ലാവരും ഉറങ്ങിയിട്ടില്ല, ആരെങ്കിലും കണ്ടാ? അവൻ്റെ കാതിൽ വളരെ ശബ്ദം താഴ്ത്തി പറഞ്ഞു അവൾ. ആര് കണ്ടാലും എനിക്ക് കുഴപ്പമില്ല, കാരണം ഇന്ന് നമ്മുടെ സ്വപ്നം നിറവേറിയ ദിവസമാണ്. ഇവിടുത്തെ നമ്മുടെ ആദ്യത്തെ രാത്രി. അവളെ നോക്കി കുറുമ്പോടെ പറഞ്ഞു അവൻ. ഈ കടുവയുടെ ഒരു കാര്യം, വീടിച്ചാ മക്കളുണർന്നാൽ ചിറ്റ തിരക്കി വരും, ഞാൻ ചെല്ലട്ടെ? അത് ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ട് അവൻ അവളെ വിട്ടു. അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റിരു കൈകളും അവൻ്റെ ഇരു കവളിലും പിടിച്ചുകൊണ്ട് ഒന്ന് കുനിഞ്ഞ് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു ചന്ദന. ആ വീട്ടിൽ വെച്ച് അവൻ ആദ്യം നൽകുന്ന ആ സ്നേഹ ചുംബനം. കൺപോളകൾ ചേർത്തടച്ചുകൊണ്ട് ആലോഷി നന്നായി ആസ്വദിച്ചു അത്. ദേ, മഞ്ഞ് കൊള്ളണ്ട, അകത്തൊന്ന് കിടക്ക്. അല്ല, എവിടെ കിടക്കും? ചന്ദന ആലോചനയിൽ അവനെ നോക്കി ചോദിച്ചു. ഇത്രയും സൗകര്യമുള്ള വീട്ടിൽ കിടക്കാനാണോ സ്ഥലമില്ലാത്തത്? നീ പോയി മക്കളുടെ കൂടെ കിടക്ക്, ഞാനിന്ന് അവന്മാരുടെ കൂടെയാ, കുറേയായി ഒരുമിച്ച് കിടന്നിട്ട് പറഞ്ഞുകൊണ്ട് അലോഷി എഴുന്നേറ്റ് അകത്തേക്ക് കയറി വാതിലടച്ചു. ചന്ദന മക്കളുടെ അടുത്തേക്കും പോയി. എല്ലാ റൂമിലും ആളുകളുള്ളത് കൊണ്ട് താഴെ ഹാളിൽ വലിയ പരവതാനി വിരിച്ച് അതിലാണ് നെല്ലിക്കാട്ടിലെ ആണുങ്ങളെല്ലാവരും കിടക്കുന്നത്. അജു ആദ്യം, പിന്നെ ജിനു, അവൻ്റെ അടുത്ത് ബിനു, അതിന് തൊട്ട് അജി. അലോഷി സ്റ്റെപ്പ് ഇറങ്ങി വന്ന് കിടക്കുന്ന അനിയന്മാരെ നോക്കി ഒരു നിമിഷം നിന്നു. മനസ്സ് നിറഞ്ഞു അവൻ്റെ. ജിനു ഒരു കാൽ പൊക്കി അജുവിൻ്റെ ദേഹത്തേക്ക് കയറ്റി വച്ചാണ് കിടക്കുന്നത്.
അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ഗ്യാപ്പ് കണ്ടു അലോഷി. നേരെ പോയി അവിടെ കിടന്നു അവൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ജിനു തിരിഞ്ഞ് ആലോഷിയുടെ ദേഹത്തേക്ക് കാല് കയറ്റി വെച്ചു. ഉറക്കത്തിൽ അറിഞ്ഞുവെങ്കിലും ആലോഷി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചന്ദന ഇറങ്ങി വരുമ്പോൾ അനിയമ്മാടെ നടുക്ക് കിടക്കുന്ന ആലോഷിയെ കണ്ടു. ജിനു അപ്പോഴും അവൻ്റെ ദേഹത്തേക്ക് കാല് വെച്ചാണ് കിടക്കുന്നത്. ഒരു കൈ കണ്ട് അനിയനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ആലോഷി. അവിടെ കിടപ്പ് കണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു ചന്ദന. ചായ ഉണ്ടാക്കാൻ. അനിയന്മാരിൽ ആദ്യം ഉണർന്നത് അജിയാണ്. ആലോഷി കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അറിയാതെ പള്ളിപ്പെരുന്നാളിന് എല്ലാവരും കൂടി അടിച്ച് ഫിറ്റായി ഇതുപോലെ എല്ലാം കൂടി കിടക്കാറുണ്ട് തറവാട്ടിൽ. അതാണ് അവൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത്. കാലം മായ്ക്കാത്ത മുറിവുകളില്ല. ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ ഇച്ചായൻ്റെ സ്നേഹം വീണ്ടും തിരികെ വന്നിരിക്കുന്നു. വല്യപ്പച്ചനും വല്യമ്മച്ചയും എഴുന്നേറ്റ് വരുമ്പോൾ കണ്ട കാഴ്ച അവിടെ കണ്ണുകൾ ഈറനണിയിച്ചു. മക്കളെ അറിയാതെ വിളിച്ചുപോയി വല്യമ്മച്ചി. അപ്പോഴാണ് അജി അവരെ നോക്കുന്നത്. റൂമിൽ നിന്നും ഓരോരുത്തരായി ഇറങ്ങി വന്നു. കണ്ണ് തിരുമ്മിക്കൊണ്ട് ബിനുവും അജുവും എഴുന്നേറ്റു. അലോഷിയുടെ ദേഹത്ത് കാല് കയറ്റി വെച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന അവരെ കണ്ടപ്പോൾ സന്തോഷം തോന്നി എല്ലാവർക്കും. അല്ല, ഇച്ചനെന്നില്ല ഇവിടെയാണോ കിടന്നത്? ഏട്ടത്തെ റൂമിൽ നിന്നും ചവിട്ടി പുറത്താക്കിയോ? തമാശയോടെ ചോദിച്ചു ബിനു. ചന്ദനയെ കണ്ടപ്പോൾ അതൊന്നുമല്ല, അനിയമ്മയുടെ കൂടെ കിടക്കാൻ തോന്നി വന്നതാ. അതേ ചിരിയോടെ പറഞ്ഞു അവൾ. എല്ലാവർക്കും ചായ കൊടുത്തു അവൾ. എത്ര നാളായി എൻ്റെ മക്കളക്കിനെ കിടക്കുന്ന കണ്ടിട്ട്. ചായ വാങ്ങിക്കൊണ്ട് നെടുവീർപ്പോടെ പറഞ്ഞു വല്യമ്മച്ചി. എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾക്കായില്ലേ, അത് പിന്നെ അങ്ങനെയല്ലേ വരുകോച്ചേ, വല്യപ്പച്ചൻ പറഞ്ഞു. ടോണി ഇളയപ്പനും അപ്പച്ചന്മാരും എഴുന്നേറ്റ് വന്നു. എല്ലാവരും ചായ കുടിച്ചിരുന്നു. അലോഷി ഉറക്കമുണർന്നു. ഈ ചെറുക്കൻ ഇവൻ്റെ കാൽ പൊക്കത്ത് മാത്രമേ ഇരിക്കൂ എന്നാണ് തോന്നുന്നത്. ജീനുവിൻ്റെ കാൽ ദേഹത്തു നിന്നും എടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു അലോഷി. അത് ഇച്ചായൻ പറഞ്ഞ നേരാണ്. എന്നും എനിക്കിട്ടാ കിട്ടാറ് ഇവൻ്റെ ചവിട്. അത് നിശ്ചയനായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബിനു. ഇവരുടെ കൂട്ടത്തിൽ ടീച്ചർ കൂടി വേണ്ടതായിരുന്നു. അവരെന്തേ ഇന്നലെ തന്നെ പോയത്? വല്യമ്മച്ചി ടോണിയെ നോക്കി ചോദിച്ചു. ഫാമിലെന്തോ ഒരു അത്യാവശ്യം, അതാണ് ഇന്നലെ രാത്രി തന്നെ പോയത്, ടോണി മറുപടി പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റപ്പോൾ ആകെ ബഹളമായി. അടുക്കളയിൽ പെൺപടകൾ സജീവമായി. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിരിഞ്ഞു. നെല്ലിക്കാട്ടിലുള്ളവർ കഴിച്ചപ്പോൾ ഇറങ്ങി ഓഫീസിലേക്ക് പോകാനുള്ളത് കൊണ്ട് ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. ചാരു അവരോടൊപ്പം പോയില്ല. ഒരാഴ്ച ചന്ദനയുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു അവൾ. കാരണം റിസൾട്ട് വരാൻ അധിക ദിവസമില്ല. ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നെല്ലിക്കാട്ടിലുള്ളവർ പോയപ്പോൾ തന്നെ വീട് ഒഴിഞ്ഞതുപോലെയായി. ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നു. ഒരാഴ്ച നിന്നിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞെങ്കിലും ജഗന് സ്ഥലം മാറ്റം കിട്ടിയതുകൊണ്ട് നന്ദനയ്ക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. അതോടൊപ്പം ചിറ്റയും ചിറ്റപ്പനും പ്രിയയും പോയി. അവരും കൂടെ പോയതോടെ ഒച്ച അനക്കങ്ങളെല്ലാം കുറഞ്ഞു. ചാരു പോകാതിരുന്നത് ആശ്വാസമായി ചന്ദനയ്ക്കും. മേരി ചേച്ചി പതിവ് പോലെ തന്നെ വരുന്നുണ്ട്. സ്നേഹക്കൊട്ടിലെ ഓരോ ദിവസവും സന്തോഷത്തോടെ കഴിഞ്ഞു പോയി. ചാരുമോളുടെ തിരികെ നെല്ലിക്കാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ റിസൾട്ട് വന്നു. അതൊരു നിമിത്തം പോലെ തോന്നി ചന്ദനയ്ക്ക്. ചാരുമോളുടെ മനസ്സ് പോലെ തന്നെ അലോഷിയുടെ അടുത്തുള്ളപ്പോൾ തന്നെ റിസൾട്ട് വന്നു. പാസ്സായി. ആദ്യത്തെ 10 റാങ്കിൽ 6ാം സ്ഥാനം. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ചാരു ആലോഷിയുടെ കവളിൽ മുത്തമിട്ടു. എൻ്റെ ഈ വിജയം ഇച്ചുവിനുള്ളതാ. എല്ലാവരും പഠിക്കേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോഴും ഒരു വട്ടം കൂടി എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ട ആത്മധൈര്യം തന്ന ഈ വിജയം നേടിത്തന്നത് നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് പറഞ്ഞുകൊണ്ട് ചന്ദനയെയും കെട്ടിപ്പിടിച്ചു അവൾ. അലോഷിക്കാൻ സന്തോഷമായി. ഇനി നിന്നെ ഡോക്ടറായി കാണും ഈ ചായന്. ഡോക്ടർ സാന്ദ്ര നെല്ലിക്കാടൻ. അവളെ തനിക്ക് അഭിമുഖം നിർത്തി ഇരു കൈകൾ കൊണ്ടും ചുമലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അലോഷി. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീർത്തുള്ളി സ്ഥാനം പിടിച്ചിരുന്നു. എനിക്കറിയാം എൻ്റെ ഈച്ചുവിനെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതെന്ന്. ഞാനാകും. എന്നിട്ട് ഈ വീടിൻ്റെ മുന്നിലാണ് ആദ്യ ബോർഡ് വയ്ക്കുന്നത്. അതെൻ്റെ ആഗ്രഹമാണ്. ചാരു പറഞ്ഞപ്പോൾ അലോഷി ചിരിച്ചു കുറച്ചൊരു പൊങ്ങച്ചത്തോടെ. ഇച്ചായനും അനിയത്തെയും കൊള്ളാം. തറവാട്ടിലേക്ക് വിളിച്ച് പറ, എല്ലാവരും അറിയട്ടെ. കുറച്ച് പായസം ഉണ്ടാക്കട്ടെ. ഈ വിജയത്തിൻ്റെ ആദ്യ മധുരം എൻ്റെ വക പറഞ്ഞുകൊണ്ട് തിടുക്കത്തിൽ അടുക്കളയിലേക്ക് നടന്ന ചന്ദന. ഏട്ടത്തിയുടെ പരിപ്പ് പായസം വെക്കുമോ? കുറച്ച് അധികം ആയിക്കോട്ടെ. ചാരു അലോഷി നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു. ചാരു തന്നെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. ചന്ദനെ സഹായിക്കാൻ ചാരുവും കൂടി പായസം റെഡിയാക്കി എല്ലാവരും കൂടി കുടിച്ചു. ചാരുവിനെ നെല്ലിക്കാട്ടിലേക്ക് കൊണ്ടുവിടാൻ പോയി അലോഷി. വീട്ടിൽ മോൾക്ക് ചെറുതായി പനിയുള്ളത് കൊണ്ട് ചന്ദന പോയില്ല. അലോഷി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിന് എന്തോ അസ്വസ്ഥത പോലെ തോന്നി അവൾക്ക്. എന്തോ ഒരു വിഷമമുള്ളതുപോലെ. അലോഷിയെ വിളിച്ചപ്പോൾ അരമണിക്കൂറിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞു. ടൗണിലൊന്ന് പോയി വരാമെന്നാണ് പറഞ്ഞത്. സമയം ഇഴഞ്ഞു നീങ്ങി. ഈ സമയം അലോഷിയുടെ ബുള്ളറ്റിന് പുറകിൽ അവൻ്റെ നീക്കങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബ്ലാക്ക് അംബാസഡർ കാർ പിന്തുടരുന്നുണ്ടായിരുന്നു. പതിയിരിക്കുന്ന അപകടം അറിയാതെ അലോഷി വണ്ടി വിട്ടു. ടൗണിൽ 1-2 കടയിലെ കളക്ഷൻ വാങ്ങാനായിരുന്നു അലോഷി പോയത്. കളക്ഷൻ വാങ്ങി തിരികെ ബുള്ളറ്റിൽ വീട്ടിലേക്ക് മടങ്ങിയവൻ ഏറെ സമയമായി തൻ്റെ പുറകെയുള്ള കറുത്ത കാർ അലോഷി ശ്രദ്ധിക്കുന്നില്ല.
ഇടയ്ക്ക് ആ കാറിൻ്റെ സ്പീഡ് കൂടി. വിജനമായ വളവിൽ വെച്ച് അലോഷയുടെ ബുള്ളറ്റിന് പുറകിൽ ശക്തിയിൽ ഇടിച്ചുകൊണ്ട് കാർ ഓടിച്ചു പോയി. നല്ല സ്പീഡിൽ റോഡിൽ തെറിച്ചു വീണു അലോഷി. ആ കറുത്ത കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന സ്ത്രീ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ആ സ്ത്രീയുടെ ചുണ്ടുകളിൽ വന്യമായ ഒരു ചിരി വീരിഞ്ഞു. അവളുടെ കരിനീല മിഴികൾ ഒന്നുകൂടി തിളങ്ങി ആ ഇരുട്ടിലും.